ഹായ്, കോക്യു ക്യാമലിൻ്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ Q2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ അവരുടെ ബിസിനസ് അനാലിസിസും അതേപോലെ തന്നെ റിസൾട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചാണ്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കഴിഞ്ഞ Q2ൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. 0 ആയിരുന്നു സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ വലിയ പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം അതിന് മുമ്പുള്ള Q2ൽ അവർക്ക് നെഗറ്റീവ് ആയിരുന്നു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയൊരു പ്രോഫിറ്റിലെ ജമ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ക്വാർട്ടറിലേക്ക് നോക്കിയാൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 11%, അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 200% ആണ്. സോ ഇത് കാണുമ്പോൾ നമുക്ക് അവരുടെ നമ്പേഴ്സ് നല്ലൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അങ്ങനെയല്ല. മൊത്തത്തിൽ അവരുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ സെയിൽസും അതേപോലെ പ്രോഫിറ്റ് ഡീഗ്രോത്താണ് വന്നിരുന്നത്. സോ അവിടെ നിന്ന് ബേസ് കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയൊരു നമ്പേഴ്സിൽ ഇൻക്രീസ് വന്നപ്പോൾ നമുക്കൊരു വലിയ ഫിഗേഴ്സ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് നമുക്ക് 200% ഗ്രോത്ത് വന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ, കഴിഞ്ഞ Q3 നോക്കിയാൽ അവർക്ക് പ്രോഫിറ്റ് അവിടെ ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 4 കോടി ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ 4 കോടി പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏകദേശം 200%